ഹലോ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷമീർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കാലിൽ പ്ലാസ്റ്റർ ഇടുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ കോവിഡ് വാക്സിനേഷൻ എടുക്കാൻ പോയപ്പോഴുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള 1-2 ദിവസത്തെ കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്ന് എണീറ്റതേ ഉള്ളൂ. കുറച്ച് ഒരാൾ എണീറ്റു, പല്ലൊക്കെ തേച്ചു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ല ചെറിയൊരു വ്ളോഗ് വീഡിയോ. അപ്പോൾ എൻ്റെ കാല് ഇതുവരെ ശരിയായിട്ടില്ല. ഇപ്പോൾ 3 ആഴ്ചയായി. അപ്പോൾ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഓക്കെ ആയിട്ടില്ല. ഒരു സന്തോഷ വാർത്തയുണ്ട്, വീണ്ടും ഒരു 3 ആഴ്ചത്തേക്ക് പ്ലാസ്റ്റർ ഇടാൻ ഡോക്ടർ പറഞ്ഞേക്കുവാണ്. ഫുൾ പ്ലാസ്റ്റർ ഇടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഞാൻ ഇരിക്കുവാണ്. ആകെ പെട്ടുപോയൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ രാവിലെ പോവാണ്. ഇന്നലെ പോയപ്പം പ്ലാസ്റ്റർ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഇന്ന് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ വിചാരിക്കുന്നു. എനിക്ക് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് അറിയില്ല. അപ്പം എല്ലാം എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായിട്ട് അത് ഷെയർ ചെയ്യാം. ഇപ്പം 7:30 കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് കഴിക്കണം. എപ്പോഴേക്കും ഇക്ക വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പോകണം. കാലിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. അപ്പം എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയായിരിക്കും. ഞാനിപ്പോൾ കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് ആക്സിഡൻറ്റ് പറ്റുന്നത്. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വീട്ടിൽ തന്നെയായിരുന്നു. ആദ്യത്തെ 2 ആഴ്ച ഒരു പ്ലാസ്റ്റർ ഇട്ടിരുന്നു. അത് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഓക്കെ ആയില്ല. പിന്നെ ഒരാഴ്ച ഞാൻ ബാൻഡേജ് ഇട്ട് ചുറ്റി നടന്നു, എന്നിട്ടും ഓക്കെ ആയില്ല. അപ്പം സാറ് പറഞ്ഞു എന്നാൽ വീണ്ടും പ്ലാസ്റ്റർ ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ഇനി ഇരിക്കണം. അകപ്പെട്ടു പോയൊരവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഞാനിനി വല്ലതും കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പോകുന്ന വഴിക്ക്. ഓക്കെ, ഹായ്. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള സാധനം കിട്ടി കേട്ടോ. അപ്പം കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ രാവിലെ ഈ ഒരു സ്മൂത്തിയാണ് കുടിക്കുന്നത്. ഇതൊരു റോബസ്റ്റയും ഓട്സൊക്കെ വെച്ചിട്ടുള്ളൊരു സ്മൂത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ തോന്നുന്നു കഴിഞ്ഞ ഏതോ ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്തിട്ടുള്ള ഏതോ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അപ്പോൾ പോയി കാണാൻ വേണമെങ്കിൽ. നല്ല സാധനമുണ്ട്. ഞാനിപ്പോൾ ഒരു 6-7 മാസമായിട്ട് ഈ സാധനമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്നത്. രാവിലെ ഞായറാഴ്ച ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് കഴിക്കുന്നത്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് നല്ല ഫില്ലായിട്ടിരിക്കും. പിന്നെ ഉച്ചയാകുമ്പോൾ വിശക്കത്തുള്ളൂ. അങ്ങനെ ഇടയ്ക്ക് വിശക്കത്തൊന്നുമില്ല. അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ദാ പോകാനുള്ള പരിപാടിയൊക്കെ ആയി. ഇനിയിപ്പം പയ്യെ പോകണം. ഹോളിലേക്ക് ഇനി ഞൊണ്ടി പോകണം. പിന്നെ ചെറിയൊരു വാക്കർ ഇരിപ്പുണ്ട്. ഇനി അതുമായിട്ട് പോകുന്നതിലും നല്ലത് ഞൊണ്ടി പോകുന്നതായിരിക്കും. നമുക്കിനി പോകാം. സിറ്റൗട്ടിൽ വന്ന് ഇക്കയുടെ വരവ് നോക്കിയിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ കാലിലോട്ടൊക്കെ നോക്കുന്നുണ്ട്. കാലിൽ ചെറിയൊരു നീരൊക്കെ ഉണ്ട്. മുറിവൊക്കെ ഉണങ്ങി. അപ്പം ഇക്ക വന്നു. ഏകദേശം ഒരു 8:30-9 ആകുമ്പോൾ അവിടെ എത്തണമെന്നാണ് പറഞ്ഞത്. ഇക്ക വന്നപ്പോൾ തന്നെ 8:15 കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് പോകുന്നത്. കുറവിലങ്ങാട് താലൂക്ക് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ വീടിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒരു 35-40 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ അതാ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഇനി പ്ലാസ്റ്റർ ഇടുന്ന പരിപാടിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ലെയർ കോട്ടൺ വെച്ചിട്ട് കാലിൽ കവർ ചെയ്യും. അപ്പം നമുക്ക് പരിചയമുള്ള സ്റ്റാഫൊക്കെ തന്നെയാണ് എല്ലാം. പിന്നെ അപ്പോഴേക്കും ഡോക്ടർ വന്നായിരുന്നു. അപ്പോൾ ഞങ്ങളെ ഓർത്തോ ഡോക്ടറാണ്. പിന്നെ പ്ലാസ്റ്റർ കാര്യങ്ങളൊക്കെ ഇടുന്ന സാറാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, പ്ലാസ്റ്റർ പാരിച്ച് വെച്ചിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മളിങ്ങനെ നനച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കാലിൽ പ്ലാസ്റ്റർ കാര്യങ്ങളൊക്കെ ഇട്ടു. അതിനി ഉണങ്ങാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ഉണങ്ങാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അതിനുശേഷം കാറിൽ കയറി ഇനി നേരെ വീട്ടിലോട്ടുള്ള യാത്ര. അങ്ങനെ നമ്മുടെ പ്ലാസ്റ്ററിടലൊക്കെ കഴിഞ്ഞു കേട്ടോ. തിരിച്ചു പോകുന്ന വഴിക്കാണ്. അപ്പോൾ ചേട്ടന് വരുന്ന വഴിക്ക് ഇവിടെ ഒരു സൈറ്റുണ്ട്. അപ്പോൾ ചേട്ടൻ അങ്ങോട്ട് കയറി. ഞാനിവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. കാലിൽ ഇട്ട് വരുന്നതേ ഉള്ളൂ. സംഭവം ഇങ്ങനെ ഉണങ്ങി വരുന്നതേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഫുൾ പ്ലാസ്റ്റർ ഇടുന്നത്. കാലിന് നല്ല ചൂടുണ്ട്. ഇങ്ങനെ എന്താ പറയുക, ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്. നമ്മുടെ പ്ലാസ്റ്റർ ഇവിടെ ഇങ്ങനെ ഓക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ. ഇവിടെയൊക്കെ അത്യാവശ്യം ഉറച്ചെന്ന് തോന്നുന്നു. കൊള്ളാം സംഭവം. നല്ല സ്ട്രോങ് ആണ്. ഇതിനി നാളെ രാവിലെ ആകുമ്പോഴേക്കും നല്ലതുപോലെ അങ്ങ് ഹാർഡാകുമെന്നാണ് സാറ് പറഞ്ഞത്. പിന്നെ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ കാല് കുത്താൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മീൻസ് ബാത്റൂമിലൊക്കെ പോകണമെങ്കിലൊക്കെ അങ്ങനത്തെ പ്രശ്നമില്ല. എന്തായാലും ഇനി കാല് അനങ്ങത്തില്ല. അത്രയ്ക്കും ഇത് സ്ട്രോങ് ആയിട്ടുണ്ട്. വീണ്ടും 2 ആഴ്ച എന്നാണ് സാറ് പറഞ്ഞത്. 2 ആഴ്ചക്കുള്ളിൽ ശരിയായാൽ മതിയായിരുന്നു. ഇപ്പം തന്നെ 3 ആഴ്ചയായി. ഓരോ പണി വരുന്ന അവസ്ഥയെ എങ്ങനെ നടന്ന ഞാനല്ലേ. ഇപ്പോൾ ഇത് 3, 3, 2, 5 ആഴ്ച, 1.5 മാസമായി.
ഇനി ഇത് 2 ആഴ്ച കഴിഞ്ഞ് ചെല്ലുമ്പോഴറിയാം അടുത്ത് എന്നാന്നുള്ളത്. 2 ആഴ്ചക്കുള്ളിൽ ഓക്കെ ആയാൽ മതിയായിരുന്നു. വീട്ടിൽ ഇരുന്നിരുന്ന് ഞാൻ മടുത്ത്, ജോലിക്കും പോകാൻ പറ്റുന്നില്ല, ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. ആകെ ഒരു എന്താ പറയുക, സത്യം പറഞ്ഞാൽ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുക ഒരു ദിവസം അവധി കിട്ടിയാൽ കൊള്ളായിരുന്നല്ലേ, 2 ദിവസം അവധി കിട്ടിയാൽ വീട്ടിൽ ചുമ്മാ ഇരിക്കാമെന്ന് വിചാരിക്കുമായിരുന്നു. ഇതിപ്പോൾ അവധി കിട്ടിയപ്പോഴേക്കും ഒരു 1.5 അവധിയായിപ്പോയി. വീട്ടിൽ ഇരുന്നിരുന്ന് കുരു പൊട്ടി. ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നോന്നൊന്നും അറിയില്ല. അവിടെ ഞാൻ പറഞ്ഞല്ലോ ചേട്ടൻ്റെ ഒരു വർക്ക് സൈറ്റിലാണ് ഇപ്പം ചേട്ടൻ വണ്ടി ഇട്ടേക്കുന്നത്. അവിടെ എന്തൊക്കെയോ പണി കിടക്കുന്നു, അതിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. നമുക്കിനി വീട്ടിൽ പോയിട്ട് കാണാം അല്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അങ്ങ് നിർത്തുവാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല. ഞാൻ കഴിക്കുന്നതും കിടക്കുന്നതൊക്കെ എന്ത് കാണിക്കാനാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇനി നാളത്തെ കഴിഞ്ഞ് മേ ബി 25 അല്ലെങ്കിൽ 26, അപ്പം അന്ന് എനിക്ക് കോവിഡിൻ്റെ വാക്സിനേഷൻ്റെ 2nd ഡോസിൻ്റെ ദിവസമാണ്. ഞാൻ ഫസ്റ്റ് ഡോസ് ഓൾറെഡി എടുത്തായിരുന്നു കഴിഞ്ഞ മാസം 28-ാം തീയതി. ഇനി അടുത്ത 30 ദിവസം കഴിയുമ്പോഴേക്കുമാണ് അടുത്ത ഡോസ് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് മേ ബി വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആയിരിക്കും. അപ്പോൾ അന്ന് വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ ഒരു കാര്യം ചെയ്യാം, അതും കൂടെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാം. എന്നിട്ട് അതും കൂടെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വാക്സിൻ എടുക്കാൻ പോകുമ്പോഴേക്കും അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. കാര്യം നമ്മളെ ഹോസ്പിറ്റലല്ലല്ലോ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലല്ലല്ലോ, വേറൊരിടത്തോട്ടല്ലേ പോണത്. അപ്പം അവർ അലോ ചെയ്യുമെന്നറിയില്ല. പിന്നെ ഈ കാലുമായിട്ട് പോകുകയും വേണം, കാറിലാണ് പോകുന്നത്. അതിനകത്തോട്ട് കയറാൻ പറ്റില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു, ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിൽ മേ ബി അവർ വെളിയിൽ വന്നിട്ട് കാറിൽ വെച്ച് തന്നെ എടുത്തിട്ട് ശരിക്കും ഈ വാക്സിൻ എടുത്തിട്ട് നമ്മൾ അരമണിക്കൂർ ഒരു ഒബ്സർവേഷനിൽ ഇരിക്കണം. അരമണിക്കൂർ ഒബ്സർവേഷനിൽ ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും വാക്സിൻ എടുത്തതിന് ശേഷം എന്തെങ്കിലും സൈഡ് എഫക്റ്റോ എന്തെങ്കിലും തലകറക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് അവർ 30 മിനിറ്റ് ഒബ്സർവേഷനിൽ ഇരിക്കാൻ പറയുന്നത്. അപ്പോൾ അരമണിക്കൂർ ഒബ്സർവേഷനിൽ ഇരുന്നിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവർ പൊക്കോളം പറയും. അപ്പം ഞാൻ തോന്നുന്നു കാറിൽ തന്നെ ഇരിക്കാം. അങ്ങനെയാണ് ഞാനിന്നിപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ എനിക്ക് വാക്സിൻ എടുക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ദിവസം എന്തായാലും വാക്സിൻ എടുക്കാൻ പോകണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അതും കൂടെ ഞാൻ വീഡിയോ ആക്കി എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല 2 വീഡിയോ കൂടെ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു. ഇനി നമുക്ക് വാക്സിൻ എടുക്കാൻ പോകുന്ന ദിവസം കാണാം. അപ്പോൾ അതുവരെ ചെറിയൊരു എന്താ പറയുക, അതുവരെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും അത് ഞാൻ കാണിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. അപ്പോൾ അടുത്ത ദിവസം കാണാം. ഓക്കെ, ടാറ്റ. ഹായ്, അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് വാക്സിൻ എടുക്കുന്ന ദിവസമാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയായിരുന്നു എനിക്ക് 2 ദിവസത്തിനുള്ളിൽ വാക്സിൻ എടുക്കാൻ പോകുന്നത്. അപ്പം ഇന്ന് വാക്സിൻ എടുക്കുന്ന ദിവസമാണ്. എനിക്ക് ഇന്നലെ രാത്രിയിൽ മെസ്സേജ് വന്നു, കൂടാതെ അവർ വിളിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, ഇതുപോലെ കാല് ഫ്രാക്ചർ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല, അല്ലാതെ ഓൾറെഡി ഞാൻ ഡോക്ടറോട് ചോദിച്ചായിരുന്നു വാക്സിൻ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പം അവരോട് ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഒരു 10 മണിയാകുമ്പോഴേക്കും അവിടെ എത്തിയാൽ മതി. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 1/4 മണിക്കൂർ യാത്രയുണ്ടെന്ന് തോന്നുന്നു. ഒരു 9:30 ആകുമ്പോഴേക്കും ഇക്ക വരുമായിരിക്കും. അപ്പോൾ ഇക്കാരം കൂട്ടി പോകാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. 10 മണിയാകുമ്പോൾ അവരവിടെ എത്തണമെന്നാണ് പറഞ്ഞത്. 9-9:15 ആകുമ്പോൾ വരുമായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ വണ്ടി അകത്തോട്ട് കയറ്റിയാൽ മതി. അപ്പോൾ കാലിന് മേലാത്തോട്ട് ചിലപ്പോൾ കാറിൽ വന്നിട്ട് എടുക്കുമായിരിക്കും. അപ്പം ആധാർ കാർഡാണ് പ്രൂഫായിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആക്ച്വലി പാസ്പോർട്ടാണ് കൊടുത്തിരുന്നത്, പക്ഷേ പാസ്പോർട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആധാർ കാർഡാണ് പ്രൂഫായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതെടുക്കണം, വേറെ ഡീറ്റെയിൽസ് ഒന്നും വേണമെന്നില്ല. അപ്പോൾ എന്തായാലും ഞാനിവിടെ എണീറ്റു, റെഡി ആയിട്ടിരിക്കുവാണ്, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കുക ആസ് യൂഷ്വൽ, അറിയാമല്ലോ സ്മൂത്തിയാണ് രാവിലെ കുടിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഉമ്മച്ചി ഉണ്ടായിക്കൊണ്ട് വരും. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞാലേക്ക് നേരെ പോവാം. ഇപ്പം റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ഹാഫ് സ്ലീവ് ആണ് ഇട്ടേക്കുന്നത്, കാര്യം കയ്യിലായിരിക്കും അവർ എടുക്കുന്നത്. അപ്പം ഹാഫ് സ്ലീവ് ആകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ കൈ പൊക്കി കൊടുക്കാനായിട്ട്. ഷർട്ട് അല്ലെങ്കിൽ ഫുൾ കൈ ഉള്ള ബനിയനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും ഊരാനും എടുക്കാനൊക്കെ ആയിട്ട്. അല്ലെങ്കിലും എനിക്ക് കൂടുതലും ഇഷ്ടം ഷർട്ട് ഇടുന്നതിലും കൂടുതൽ ഇഷ്ടം ബനിയൻ അങ്ങനെ എന്തെങ്കിലും ഇടുന്നതാണ്. അപ്പോൾ ഇനി ഞാനൊന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ നേരം ബാക്കി അപ്ഡേഷൻ അപ്പോൾ അങ്ങനെ രീതിയിൽ തരാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം, എനിക്ക് അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം വീഡിയോ എടുക്കാനായിട്ട്. അപ്പം ശരിയെന്ന്. അപ്പോൾ ഞാനിനി കഴിച്ചിട്ട് പോകാൻ നേരം കാണാം. പെട്ടെന്ന് കഴിക്കാനുള്ളതെല്ലാം കഴിച്ചിട്ട് ഓടിച്ചാടി കയറി വണ്ടിയിൽ കയറി എന്നല്ല, പതിയെ വണ്ടിയിൽ കയറി. ഇത് നമ്മൾ വാക്സിൻ എടുക്കാനായിട്ടുള്ള ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന കുറവലങ്ങാട് ഹോസ്പിറ്റലിൽ നിന്നും കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോകണം. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്കൊക്കെ ശേഷം വാക്സിൻ എടുക്കുന്ന സെൻറ്ററിലെത്തി. അങ്ങനെ ഒരു വിധത്തിലൊക്കെ ചാടി ഞാൻ എടുക്കാനായിട്ടുള്ള സ്ഥലത്ത് കയറി ഒരു സീറ്റിൽ
ഇരിപ്പടം ഉറപ്പിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരതി ആരൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു. ആ നേരം കൊണ്ട് തന്നെ സിസ്റ്റർ വന്നു. അപ്പം ചന്തിക്കാണ് വാക്സിൻ എടുക്കുന്നതെന്ന് ആരും തെറ്റിദ്ധരിക്കല്, അങ്ങനെ സീൻ പിടിക്കാൻ ആരും കരുതുകയും വേണ്ട. ഇത് ഇടത് കൈയിലാണ് വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് ഡോസാണ് കേട്ടോ. അപ്പം ഇഞ്ചക്ഷൻ എടുക്കാൻ നേരം ചെറിയൊരു വേദനയൊക്കെ ഉണ്ട്, അത് കാര്യമാക്കണ്ട. പിന്നെ ഒരു 2-3 ഡോള തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാകുവാണെങ്കിൽ കഴിക്കാൻ. ചിലവർക്ക് ചെറിയ പനിയോ തലവേനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇത് ഞാൻ പ്രൂഫ് കൊടുത്തിട്ടുള്ള എൻ്റെ ആധാർ കാർഡാണ് കേട്ടോ, ഫോട്ടോ ഒന്നും കണ്ട് ആരും ഞെട്ടണ്ട. പിന്നെ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെ അരമണിക്കൂറൂടെ കളയുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ചുമ്മാ ഫോണിൽ ക്യാമറയൊക്കെ ഓണാക്കിയിട്ട് അവിടുത്തെ കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു. ആരും കാണാതെയൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ കോപ്രായങ്ങളൊക്കെ കണ്ട് അടുത്തിരിക്കുന്ന ചേച്ചിമാരൊക്കെ നോക്കുന്നുണ്ട്, ഇവൻ എന്താണ്, വട്ടാണോ, ഇവൻ എവിടെ നിന്നാണ് വന്നത്. ഒന്നാമത് എൻ്റെ കാലിലെ പ്ലാസ്റ്റർ കണ്ട് ഓരോരുത്തരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്നൊക്കെ. അങ്ങനെ എന്തായാലും അവിടെ അരമണിക്കൂർ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ചാടി വണ്ടിയിൽ കയറിയിട്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോളേ വാക്സിനൊക്കെ എടുത്തു, നമ്മളിപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ ഒരു ബേക്കറി ഉണ്ട്, മരിയ ബേക്കറി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഞാനിവിടെ ഇടയ്ക്ക് കയറാറുണ്ട്. ഞാനിവിടെ കുറവലങ്ങാടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ബേക്കറിയിൽ നല്ല അടിപൊളി പപ്സ് കിട്ടും, അതുപോലെ സ്വീറ്റ്ന, അങ്ങനത്തെ നല്ല ബേക്കറി ഐറ്റംസ് എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാണ്. അത്യാവശ്യം ചീപ്പാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ചൂടോടുകൂടി പപ്സ് കിട്ടും. എല്ലാം ഇപ്പോൾ ബേക്ക് ചെയ്ത് കൊണ്ടുവരുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാം. എനിക്കാണെങ്കിൽ വിശക്കുന്നില്ല, പക്ഷേ ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും വാങ്ങാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ വാക്സിനേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എനിക്കങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ ഒറ്റയ്ക്ക് അകത്തോട്ട് പോയത്, ചേട്ടൻ വെളിയിൽ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേക്ക് സിസ്റ്റർ പറഞ്ഞു ഇതൊന്നും ഇവിടെ അലൗഡ് അല്ല, പിന്നെ പോട്ടേന്ന് പറഞ്ഞ് അവർ പറഞ്ഞു ഓക്കെ എടുത്തു, പക്ഷേ ഇത് അലൗഡ് അല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്തോ ഭാഗ്യത്തിന് അവർ എടുക്കാൻ സംബന്ധിച്ചുകൊണ്ട് കുറച്ച് കുത്തുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നിപ്പം വേറെന്താ, ഇനിയിപ്പം നേരെ വീട്ടിലോട്ട് പോകണം. ഇപ്പം എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ചേട്ടൻ വരട്ടെ. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ എങ്കിൽ കഴിഞ്ഞു വാക്സിനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് വാക്സിൻ എടുത്തിട്ട് ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇടത് കൈയിലാണ് വാക്സിൻ എടുക്കുന്നത്. കുത്തിവെക്കുമ്പോഴുള്ള ആ ചെറിയൊരു വേദന മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും ചേട്ടൻ വാങ്ങിച്ചിട്ട് വരട്ടെ. അതാ പപ്സ് കിട്ടി കേട്ടോ, ഞാൻ പറഞ്ഞായിരുന്നു എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതാ ചൂട് പപ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇത് കഴിക്കട്ടെ. നല്ല ചൂടുണ്ട്, നല്ല ഫ്ലേക്കിയാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ കഴിക്കാൻ സംഭവം. ഞാൻ ഇടയ്ക്കൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്, സ്ഥിരമായിട്ട് പപ്സ് കഴിക്കുന്ന അത്ര നല്ലതല്ലെന്ന് അറിയാമല്ലോ. അപ്പോൾ കഴിക്കുന്നതായിട്ടൊന്നും തോന്നണ്ട, നല്ല അടിപൊളി സാധനം കേട്ടോ. പിന്നെ ഒരു പ്രശ്നമുണ്ട്, ഈ പബ്ലിക് ആക്കിയിട്ടൊക്കെ ഇരുന്ന് നമുക്ക് പപ്സ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പപ്സ് കഴിച്ചാൽ ദേഹത്ത് ഫുള്ളാകും. ഒരു കാര്യം ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് കഴിച്ച് തീർക്കട്ടെ, കഴിച്ച് തീർത്തിട്ട് ബാക്കി കാണാം. ഓക്കെ. പപ്സിൻ്റെ തീറ്റ കഴിഞ്ഞപ്പോഴേക്കും ദാഹിച്ചു. അങ്ങനെ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചു. വീണ്ടും നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം വീട്ടിൻ്റെ വഴിയിലേക്ക് അങ്ങ് കയറുവാണ്. പിന്നെ ഒരു വിധത്തിലൊക്കെ ചാടി സിറ്റൗട്ടിലിരുന്നു. ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല. ചിലപ്പോൾ കൂരി പിന്നെ മാസ്ക് കാര്യങ്ങളൊക്കെ ഒന്നിച്ചിനെ ഏൽപ്പിച്ചു. കുറച്ച് നേരം ഒന്ന് അവിടെ ഇരുന്നിട്ട് ഓക്കെ ആയിട്ട് വേണം ഇനി റൂമിലോട്ട് പോകാനായിട്ട്. അപ്പം എണീക്കാനായിട്ടുള്ള ഒരു തത്രപ്പാടൊക്കെ ആയിട്ടോ നിങ്ങൾ കാണുന്നത്. ഈ കാണുന്നതൊക്കെ എൻ്റെ ചെടിയുടെ കളക്ഷനാണ്. ഇത് ഞാൻ നല്ലപോലെ ഓക്കെ ആയിട്ടൊരു വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. അയ്യോ, അങ്ങനെ നമ്മൾ വാക്സിനേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തി. അയ്യോ, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. ഒന്നാമത് ഭയങ്കര ചൂടും, പിന്നെ ഈ കാലുമായിട്ട് കാറിലാണെങ്കിൽ ഇരുന്നുള്ള വരവും മടുത്തു. ഇനിയിപ്പോൾ എന്താ പരിപാടി, ഇനി എനിക്കൊന്ന് മെയിൽ കഴുകിയാൽ കൊള്ളാമെന്നുണ്ട്. കാര്യം ആകെ വേർത്തു. പിന്നെ അവിടെയൊക്കെ പോയിട്ട് വന്നതല്ലേ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് മേലൊക്കെ കഴുകട്ടെ. മെയിൽ കഴുകിയിട്ട് എന്തെങ്കിലും കഴിക്കണം, വിശക്കുന്നുണ്ട്. പപ്സ് കഴിച്ചു എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവുമല്ലേ. പപ്സ് കഴിച്ചത് എപ്പോഴാണ്? അത് കഴിഞ്ഞ് ചേട്ടൻ്റെ സൈറ്റിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ 1:30 ഞങ്ങൾ അവിടുന്ന് 11:19 എൻ്റെ സമയം കഴിഞ്ഞായിരുന്നു. 11:15 ആയപ്പോൾ ഇറങ്ങുന്ന കൂട്ടിക്കൂ. ഇപ്പോൾ എത്തുന്ന 1 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ആദ്യം ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആകട്ടെ. ഫ്രഷായിട്ട് നമുക്ക് കാണാം. ഓക്കെ. ഹായ്, അങ്ങനെ വന്നു. കുളിയെല്ലാം കഴിഞ്ഞു, ഫുഡെല്ലാം കഴിച്ചു. ഇനി നല്ല ക്ഷീണമുണ്ട്. കുറച്ച് നേരം ഒന്ന് കിടക്കണം, ഉറങ്ങണം. ഇതെൻ്റെ ഇക്കാടെ മൂത്ത പുത്രനാണ് കേട്ടോ. അവൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇക്ക രാവിലെ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോഴേക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇനി ഞാൻ വൈകുന്നേരം പോകത്തുള്ളൂ. ഞങ്ങളുടെ ഉമ്മഡിൽ ഫാഡൂക്കാണ് അല്ലേ ഉമ്മോ?
ഇനി ഞാനും ഉമ്മറും കൂടെ കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നൊന്നുമില്ല. അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസവും ഇന്നൊക്കെ ആയിട്ട് എടുത്തിട്ടില്ലേ, അപ്പോൾ അതൊക്കെ എല്ലാവരും കാണുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ കൊച്ചാടെ ചാനൽ എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക. അവരോട് പറ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വെച്ച് പറ. അല്ലെങ്കിൽ ഞാൻ കൂടത്തില്ല കേട്ടോ. പറ. ഇല്ലെങ്കിൽ മുട്ടായി വാങ്ങിച്ചു തരണോ, നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരണോ? എന്നാൽ പറ എടുത്തോ. എന്നാൽ ഇവനോട് ഇനി കൂട്ടില്ല കേട്ടോ. പൊക്കോ, നിന്നോട് ഇനി മിണ്ടത്തില്ല. ഇവന് ഇനി ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കത്തില്ല. ഞാൻ അവന് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു, ഇനി അതൊന്നും ഞാൻ വാങ്ങിച്ചു കൊടുക്കത്തില്ല കേട്ടോ. അപ്പോൾ ശരി തന്നെ. അപ്പോൾ എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവാണേ. ടാറ്റാ. ടാറ്റ പറഞ്ഞേ. ടാറ്റാ.